വെൽക്കം ഓൾ ടു ടുഡേയ്സ് ക്ലാസ്. പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്റ്റീവ്, ചരിത്രപരമായ വീക്ഷണ കോണത്തിൽ കൂടിയുള്ള കാഴ്ചപ്പാടുകൾ, ചരിത്രത്തിലെ നാഴികക്കല്ലുകൾ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ എത്തുന്നതിന് മുമ്പായിട്ട് ഓരോ ഘട്ടങ്ങൾ എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മൾ ഈ പേപ്പറിൽ ഉടനീളം മെൻഷൻ ചെയ്ത് പോകുന്ന കുറച്ച് ടേമുകളുണ്ട്. ഇൻക്ലൂഷൻ, അതുപോലെ ഇൻ്റഗ്രേഷൻ, സെഗ്രിഗേഷൻ, മെയിൻ സ്ട്രീമിങ്, ഇങ്ങനെയുള്ള. അപ്പോൾ ഇവ എന്താണെന്നും ഈ കൺസെപ്റ്റുകൾ എന്താണെന്നും ഈ കൺസെപ്റ്റുകൾ തമ്മിലുള്ള വേർതിരിവുകൾ എന്താണെന്നും വ്യത്യാസങ്ങൾ എന്താണെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. അത് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഈ ഡിഫറൻസ് ഒന്നും മനസ്സിലാവില്ല. വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ഡിഫറൻസസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ നമ്മൾ സമാനമായിട്ട് തോന്നും ചില 2 കൺസെപ്റ്റുകൾ. അപ്പം കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ്റഗ്രേറ്റഡ് ആൻഡ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് 2 കോളം കൊടുത്തിട്ട് അതിനകത്താണ് നമ്മൾ ഡിഫറൻസസ് എഴുതിയിട്ടുള്ളത്, രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ കോളത്തിൽ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തേൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അപ്പം ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനിലെ ഓരോ കാര്യങ്ങളും വിവരിച്ചതിന് ശേഷം അതിൻ്റെ മറുവശം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്താണെന്നുള്ളത് അപ്പുറത്ത് വിവരിക്കും. ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഈസ് എ നാരോ കൺസെപ്റ്റ്. വളരെ നാരോ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണെന്ന് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഡിസേബിൾഡ് ചിൽഡ്രൻ ആർ ഇൻ്റഗ്രേറ്റഡ് ഇൻ നോർമൽ സ്കൂൾ ഓൺലി. വൈകല്യമുള്ള കുട്ടികളെ നോർമൽ സ്കൂളുകളിൽ മാത്രം എന്ത് ചെയ്യുന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അത് നാരോ കൺസെപ്റ്റാണ്. വൈകല്യമുള്ള കുട്ടികളെ, ഡിസേബിൾഡ് കുട്ടികൾ എന്ത് ചെയ്യുന്നു, നോർമൽ സ്കൂളുകളിൽ മാത്രം എന്ത് ചെയ്യുന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നു. എന്നാൽ അതിന് മറുവശം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണെങ്കിലോ, ഈസ് വെരി ബ്രോഡ് കൺസെപ്റ്റ്. അത് വളരെ വിശാലമായൊരു ആശയമാണ്. ചിൽഡ്രൻ വിത്ത് സം ഡിസബിലിറ്റി ആർ ഇൻക്ലൂഡഡ് ഇൻ നോർമൽ സ്കൂൾസ് ബട്ട് വിത്ത് സം സ്പെഷ്യൽ ഫെസിലിറ്റീസ് ഫോർ ദം. ചില ഡിസബിലിറ്റിയുള്ള കുട്ടികളെ നോർമൽ സ്കൂളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണ്, പക്ഷേ എന്ത് ചെയ്യുന്നു, ചില സ്പെഷ്യൽ ഫെസിലിറ്റീസ് അവർക്ക് നമ്മൾ ഏർപ്പാടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഡിസബിലിറ്റിയുള്ള കുട്ടികളെ നമ്മളെ നോർമൽ സ്കൂളിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, സ്പെഷ്യൽ ഫെസിലിറ്റീസ് അവർക്ക് നമ്മൾ ഏർപ്പാടാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഡിഫറൻസ്. അപ്പോൾ കുറച്ചുകൂടി വെരി ബ്രോഡ് കൺസെപ്റ്റാണ്. രണ്ടാമത്, നോ ഫോർമൽ പ്ലാനിങ് ഈസ് റിക്വയർഡ് ഫോർ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ. ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷന് അങ്ങനെ അത്ര ഫോർമലായിട്ടുള്ള പ്ലാനിംഗ് ഒന്നും ആവശ്യമില്ല, ഔപചാരികമായിട്ടുള്ള വലിയ പ്ലാനിംഗ് ഒന്നും ആവശ്യമില്ല. നോ സ്പെഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, ട്രെയിൻഡ് സ്റ്റാഫ്, സ്പെഷ്യൽ കരിക്കുലം ആർ റിക്വയർഡ്. സ്പെഷ്യലായിട്ടുള്ള പ്രത്യേകിച്ചിട്ടുള്ള ഭൗതിക സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ, ബിൽഡിങ്ങും മറ്റ് സൗകര്യങ്ങൾ, മറ്റുള്ള ഫെസിലിറ്റീസ് അതൊന്നും ആവശ്യമില്ല കൂടുതലായിട്ട്. ട്രെയിൻഡ് സ്റ്റാഫ് കൂടുതലായിട്ട് ആവശ്യമില്ല. അതുപോലെ സ്പെഷ്യൽ കരിക്കുലം ഒന്നും ആവശ്യമില്ല എന്തിൽ, ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനിലെ. എന്നാൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലോ ഫോർമൽ പ്ലാനിങ് ഈസ് റിക്വയർഡ്. കൃത്യമായ ഔപചാരികമായ ഒരു ആസൂത്രണം ആവശ്യമാണ്. അവിടെ എന്തൊക്കെ വേണം, സ്പെഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, ഈ ഡിസബിലിറ്റിയുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ, ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അതുപോലെ ട്രെയിൻ സ്റ്റാഫ്, പരിശീലനം ലഭിച്ച സ്റ്റാഫിനെ നിയോഗിക്കേണ്ടതുണ്ട്. ആൻഡ് സ്പെഷ്യൽ കരിക്കുലം ഈസ് ഡിസൈൻ ഫോർ ദം. അവർക്ക് പ്രത്യേക കരിക്കുലവും എന്ത് ചെയ്യണം, ഡിസൈൻ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പം ഇൻ്റഗ്രേഷനിൽ അത്ര ഫോർമലായിട്ടുള്ള പ്ലാനിങ് ആവശ്യമില്ല, അതേസമയം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർമൽ പ്ലാനിങ് ആവശ്യമാണ്. നെക്സ്റ്റ് പോയിന്റ്, ഓൾ ദ സ്റ്റുഡൻസ് അവേ ഫ്രം എഡ്യൂക്കേഷൻ ആർ നോട്ട് നെസസറിലി ഇൻക്ലൂഡഡ് ഇൻ മെയിൻ സ്ട്രീം സ്കൂൾസ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലെ എഡ്യൂക്കേഷൻ നിർത്തിപ്പോയ എല്ലാ കുട്ടികളെയും നിർബന്ധമായിട്ട് എന്ത് വേണ്ട, മെയിൻ സ്ട്രീം മുഖ്യധാര സ്കൂളുകളിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാവരെയും. പക്ഷേ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലോ ഓൾ ദ സ്റ്റുഡൻസ് അവേ ഫ്രം എഡ്യൂക്കേഷൻ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ മെയിൻ സ്ട്രീം സ്കൂൾസ്. എല്ലാ കുട്ടികളും എഡ്യൂക്കേഷന് പുറത്തായി പോയ എല്ലാ കുട്ടികളെയും എന്ത് ചെയ്യണം,
ഇൻക്ലൂഡ് ചെയ്യണം. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആരും പുറത്ത് നിർത്താൻ വേണ്ടിയിട്ട് പല ഒരു കുട്ടി പോലും എക്സ്ക്ലൂഡ് ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളത്. നെക്സ്റ്റ് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനിൽ അവർക്ക് അവരുടേതായ മാനദണ്ഡങ്ങളുണ്ട് കുട്ടികളെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. ഡിസബിലിറ്റി ഉള്ള അല്ലെങ്കിൽ ഒരു എബിലിറ്റി ഉള്ള കുട്ടികളെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അവരുടേതായ മാനദണ്ഡങ്ങൾ ഉണ്ട്. ആർക്കുണ്ട്? ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഉണ്ട്. ഹാവ് ദെയർ ഓൺ ക്രൈറ്റീരിയ ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് സ്റ്റുഡൻസ് വിത്ത് സം ഡിസബിലിറ്റി ഓർ എബിലിറ്റി. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലോ ഡു നോട്ട് ഹാവ് ദെയർ ഓൺ ക്രൈറ്റീരിയ ഓഫ് ഇൻക്ലൂഡിംഗ് സ്റ്റുഡൻസ്. ഓൾ എക്സ്ക്ലൂഡഡ് സ്റ്റുഡൻസ് ആർ ഇൻക്ലൂഡഡ്. കുട്ടികളെ ഇൻക്ലൂഡ് ചെയ്യാൻ എന്താണ് പ്രത്യേക ക്രൈറ്റീരിയ ഇല്ല. പിന്നെ എല്ലാ പുറത്താക്കപ്പെട്ട കുട്ടികളും എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ട എല്ലാ കുട്ടികളെയും എന്ത് ചെയ്യുന്നു? ഇൻക്ലൂഡ് ചെയ്യപ്പെടും. അപ്പോൾ അതിന് പ്രത്യേക ക്രൈറ്റീരിയൻ്റെ ആവശ്യമില്ല. നെക്സ്റ്റ് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഈസ് ലെസ് എക്സ്പെൻസീവ്. ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ചിലവേ വരുന്നുള്ളൂ. എന്നാൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലോ ഇറ്റ് ഈസ് മോർ എക്സ്പെൻസീവ്. അത് കൂടുതൽ എക്സ്പെൻസീവാണ്, കൂടുതൽ ചിലവ് വരുന്നതാണ്. കാരണം അതിന് പ്രത്യേക ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വേണ്ടി വരും. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ട്രെയിൻഡ് സ്റ്റാഫ് ആവശ്യമായിട്ട് വരും, റിസോഴ്സ് ടീമുകൾ വേണം, റിസോഴ്സ് റൂം വേണം, ഇങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് വേണം. അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യണം? എക്സ്പെൻസ് ആവശ്യമാണ്, കൂടുതലായിട്ട് എക്സ്പെൻസീവാണ്. അപ്പോൾ ഇത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഉള്ളത്. എന്നാലോ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ അത്ര എക്സ്പെൻസീവ് അല്ല. നെക്സ്റ്റ് വൺ, ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനിലെ റെഗുലർ കരിക്കുലം ഈസ് ഫോളോഡ് ബൈ ചലഞ്ചഡ് സ്റ്റുഡൻസ്. പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ അവർ റെഗുലർ കരിക്കുലമാണ് ഫോളോ ചെയ്യുന്നത്. എന്നാൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലോ സ്പെഷ്യൽ കരിക്കുലം ഈസ് ഡിസൈൻ ഫോർ ചലഞ്ചഡ് സ്റ്റുഡൻസ് അക്കോർഡിംഗ് ടു ദർ നീഡ്സ്. വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് അവരുടെ ആവശ്യാനുസരണം എന്തുണ്ട്? സ്പെഷ്യൽ കരിക്കുലം, പ്രത്യേക പാഠ്യപദ്ധതി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വലിയൊരു ഡിഫറൻസാണ്. കാരണം അവർക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഡിസബിലിറ്റി ഉള്ള വെല്ലുവിളികൾ, പലതരത്തിലുള്ള ചലഞ്ചസ് നേരിടുന്ന കുട്ടികൾക്ക് എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും പാഠ്യപദ്ധതിയിൽ സാധ്യത നൽകുന്ന തരത്തിലുള്ള പാഠ്യപദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടാകുമെന്നതിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് വൺ, ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനിൽ ചലഞ്ചഡ് ഓർ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് ആർ ഒക്യുപ്പൈഡ് ഇൻ സെയിം നോർമൽ ക്ലാസ് റൂം. വെല്ലുവിളി നേരിടുന്ന കുട്ടികളും അതുപോലെ തന്നെ ഗിഫ്റ്റഡ് ആയുള്ള കുട്ടികളൊക്കെ എന്താണ്? എല്ലാവരും ഒക്യുപ്പൈ ചെയ്യുന്നു. ഒരേ നോർമലായിട്ടുള്ള ക്ലാസ് റൂമിലാണ്. ഒരു നോർമൽ ക്ലാസ് റൂമിൽ തന്നെയാണ് ഗിഫ്റ്റഡ് സ്റ്റുഡൻസും ചലഞ്ചഡ് സ്റ്റുഡൻസിനെയൊക്കെ ഇതിന് ഇരുത്തി പഠിപ്പിക്കുന്നത്. എന്നാൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ സ്റ്റുഡൻസ് ആർ ഗിവൺ സ്പെഷ്യൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് അക്കോർഡിംഗ് ടു ദെയർ നീഡ്സ്. കുട്ടികൾക്ക് അവരുടെ ആവശ്യാനുസൃതം എന്തുണ്ട്? പ്രത്യേക ഇരിപ്പിട ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ പലതരത്തിലുള്ള വൈകല്യങ്ങളിലെ കുട്ടികളുണ്ടാവും, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് അല്ലേ, ഓർത്തോപീഡിക്കലി ഹാൻഡിക്യാപ്ഡ്, പിന്നെ മൊബിലിറ്റി ഇമ്പയർമെൻറ്റ്, ചലന വൈകല്യമില്ലാത്ത കുട്ടികൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ എല്ലാ കുട്ടികളുമായി തന്നെ പഠന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ ആവശ്യമായ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ക്ലാസ് റൂമിൽ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികൾ, ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികൾ, അവർക്കൊക്കെ ക്ലാസ് ശ്രദ്ധിക്കുവാനും ബോർഡിൽ നിന്ന് കാണാനൊക്കെയുള്ള സംവിധാനങ്ങൾ അതിനനുസൃതമായ അവരുടെ സീറ്റിംഗ് ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ടാവും. ഇത്രയാണ് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ സെഗ്രിഗേറ്റഡ് എഡ്യൂക്കേഷൻ വളരെ സിമ്പിളാണ്, അത് കൂടുതലായിട്ടൊന്നും പറയാനില്ല. അത് സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താ? സെഗ്രിഗേറ്റ് ചെയ്യുക, കുട്ടികൾ വേർപ്പെടുത്തി പഠിപ്പിക്കുക എന്നല്ല. അപ്പോൾ ജനറൽ സ്കൂൾ, സ്പെഷ്യൽ സ്കൂൾ എന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ്. സെഗ്രിഗേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ സ്കൂളാണ്. Segregation occurs when students with disabilities are educated in separate environments designed for students with impairments or with particular impairment. Segregation എപ്പോഴാണ് സംഭവിക്കുന്നത്? കുട്ടികളെ, ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യും ഇൻ സെപ്പറേറ്റ് എൻവയറമെൻറ്റ്സ്, പ്രത്യേക ചുറ്റുപാടുകളിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ. ഡിസൈൻ ഫോർ സ്റ്റുഡൻസ് വിത്ത് ഇമ്പയർമെൻറ്റ്സ് ഓർ വിത്ത് പർട്ടിക്കുലർ ഇമ്പയർമെൻറ്റ്. എന്തെങ്കിലും ഇമ്പയർമെൻ്റ് ഉള്ള കുട്ടികൾ, മൊത്തത്തിൽ ഇമ്പയർമെൻ്റ് ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ചില ഇമ്പയർമെൻ്റ് ഉള്ള കുട്ടികൾ, അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തുള്ള പ്രത്യേക എൻവയറമെൻറ്റിലാണ് എന്ത് ചെയ്യുക? സെഗ്രിഗേഷനിൽ ക്ലാസ്സുകൾ നടക്കുക. ഓക്കെ, ദിസ് ടെൻസ് ടു ഫോഴ്സ് ഡിസേബിൾഡ് പീപ്പിൾ ടു ലീഡ് എ സെപ്പറേറ്റ് ലൈഫ്.
ഇതിൻ്റെ വലിയൊരു ദോഷവശം എന്ന് പറയുന്നത് എന്താണ്? ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരു സെപ്പറേറ്റ് ലൈഫ്, അത് വേർതിരിച്ച മറ്റുള്ള മുഖ്യധാര കുട്ടികളിൽ നിന്ന് നോർമലായുള്ള കുട്ടികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ഒരവസ്ഥ വരെയാണ്. അപ്പം അത് വലിയൊരു പോരായ്മയാണ് അതിന്, സെഗ്രിഗേറ്റഡ് എഡ്യൂക്കേഷൻ. എക്സാമ്പിൾ, ഇതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ സെഗ്രിഗേറ്റഡ് എഡ്യൂക്കേഷൻ എക്സാമ്പിളാണ് സെപ്പറേറ്റ് സ്പെഷ്യൽ സ്കൂൾ. സെപ്പറേറ്റ് ആയിട്ടുള്ള ഇപ്പം ഡെഫ് സ്കൂൾ ഫോർ ഡെഫ് അല്ല സ്കൂൾ ഫോർ ബ്ലൈൻഡ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പം മെൻ്റലി ചാലഞ്ചഡ് ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ സ്കൂളുകൾ, അതുപോലെ കോളേജുകൾ, സ്പെഷ്യൽ കോളേജുകൾ, അതുപോലെ സെപ്പറേറ്റ് യൂണിറ്റ് വിത്തിൻ സ്കൂൾ ഓർ കോളേജ്, സ്കൂളിലോ കോളേജിലോ സെപ്പറേറ്റ് യൂണിറ്റുകൾ, വൈകല്യമുള്ള കുട്ടികൾക്കുള്ള സെപ്പറേറ്റ് യൂണിറ്റുകൾ. ഇതൊക്കെ എന്താണ്? സെഗ്രിഗേഷൻ എന്നുള്ള കൺസെപ്റ്റിൽ വരും. വളരെ സിമ്പിളാണ് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് മെയിൻ സ്ട്രീമിംഗ് അതുപോലെ ഇൻക്ലൂഷൻ ഇവ എന്താണെന്ന് പരിശോധിക്കാം. ഡെഫിനിഷൻസ് ഓഫ് മെയിൻ സ്ട്രീമിംഗ് ആൻഡ് ഇൻക്ലൂഷൻ. മെയിൻ സ്ട്രീമിംഗ് എന്താണെന്ന് ആദ്യം പരിശോധിക്കാം. മെയിൻ സ്ട്രീമിംഗ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് എഡ്യൂക്കേറ്റിംഗ് സ്റ്റുഡൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് ഇൻ റെഗുലർ ക്ലാസ്സസ് ഡ്യൂറിങ് സ്പെസിഫിക് ടൈം പീരിയഡ് ബേസ്ഡ് ഓൺ ദെയർ സ്കിൽസ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. എന്താണ് മെയിൻ സ്ട്രീം എന്ന് പറയുമ്പോൾ? എന്താണ്? ഇറ്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് എഡ്യൂക്കേറ്റിംഗ് സ്റ്റുഡൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്. പ്രത്യേക നീഡ്സുള്ള കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുക ഇൻ റെഗുലർ ക്ലാസ്സസ്, സാധാ റെഗുലർ ക്ലാസ്സിൽ, മറ്റേ കുട്ടികളെ കൂടെ റെഗുലർ ക്ലാസ്സിൽ. എപ്പോൾ? ഡ്യൂറിങ് സ്പെസിഫിക് ടൈം പീരിയഡ്സ്, ചില സ്പെസിഫിക് ആയിട്ടുള്ള പീരിയഡുകളിൽ മാത്രം, എല്ലാ സമയവും ഇല്ല, ചില സ്പെസിഫിക് ടൈം പീരിയഡുകളിൽ മാത്രം എന്ത് ചെയ്യുക? ഈ കുട്ടികളെ, സ്പെഷ്യൽ നീഡുള്ള കുട്ടികളെ എന്ത് ചെയ്യുക? റെഗുലർ ക്ലാസ്സിൽ ഇരുത്തി പഠിപ്പിക്കുക. ബേസ്ഡ് ഓൺ ദെയർ സ്കിൽസ്, അവരുടെ നൈപുണികളെ ബേസ് ചെയ്തുകൊണ്ട്, കുട്ടികൾക്കുള്ള നൈപുണികളെ, സ്കിൽസ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് അത് ഡെവലപ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതാ റെഗുലർ ക്ലാസ് റൂമുകളിൽ എന്താണ് ചില സ്പെസിഫിക് ടൈം പീരിയഡ്സിൽ ഇരുത്തി പഠിപ്പിക്കുന്നതാണ് മെയിൻ സ്ട്രീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാം മനസ്സിലാക്കണം. റെഗുലർ എഡ്യൂക്കേഷൻ ക്ലാസ്സസ് ആർ കമ്പൈൻഡ് വിത്ത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ക്ലാസ്സസ്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ എന്താണ്? റെഗുലർ എഡ്യൂക്കേഷൻ ക്ലാസ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളതാണ്? സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ക്ലാസ്സുമായിട്ട് കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേഷനുള്ള കുട്ടികളെ കുറച്ച് സെപ്പറേറ്റ് പീരിയഡുകൾ മാത്രം എന്ത് ചെയ്യുക? അവർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവരാണ്. അപ്പോൾ രണ്ടും കമ്പൈൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് മേ ഫേസ് സോഷ്യൽ സ്റ്റിഗ്മ ആസ് എ റിസൾട്ട് ഓഫ് മെയിൻ സ്ട്രീമിംഗ് ബട്ട് ആൾസോ മേ ഹെൽപ്പ് ദം ഫോർ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ഇവിടെ ചെറിയ പ്രശ്നം എന്ന് പറയുമ്പോൾ സോഷ്യൽ സ്റ്റിഗ്മ, അതായത് സമൂഹത്തിൽ ഇങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്നതിനാണ് സോഷ്യൽ സ്റ്റിഗ്മ എന്ന് പറയുന്നത്. ഈ വൈകല്യമുള്ള കുട്ടികൾ, ഇപ്പോൾ ഈ നോർമലായുള്ള കുട്ടികൾ കൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെ ഇവർ മാനസികമായിട്ടൊരു അകൽച്ച പാലിക്കുന്ന രൂപത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതാണ് സോഷ്യൽ സ്റ്റിഗ്മ. അത് അതിൻ്റെ ഒരു വലിയ ഒരു പോരായ്മയാണ്. പക്ഷേ ബട്ട് ആൾസോ മേ ഹെൽപ്പ് ദം ഫോർ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. പക്ഷേ ഇത് അവ കുട്ടികളുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റിന് വളരെയധികം ഉപകരിക്കും. കുറച്ച് സമയമാണെങ്കിലും ആ ക്ലാസ് റൂമുകളിൽ ജനറലായിട്ട് നോർമൽ കുട്ടികളെ കൂടെ വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരായിട്ട് സോഷ്യലൈസ് ചെയ്ത് പോകാൻ, അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് സോഷ്യലൈസേഷൻ പ്രോസസ്സ് ഇതിൽ കൂടി കടന്നു പോയി അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായകരമാവും. ഓക്കെ, സ്റ്റുഡൻസ് വർക്ക് എ പാർട്ട് ഓഫ് എ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ക്ലാസ് റൂം. Students work as a part of a special education classroom will join the regular education classroom at certain times which are fitting for special education students. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ക്ലാസ് റൂമിൻ്റെ ഭാഗമായിക്കൊണ്ട് വർക്ക് ചെയ്യുന്ന കുട്ടികൾ എന്ത് ചെയ്യാണ്? റെഗുലർ എഡ്യൂക്കേഷൻ ക്ലാസ് റൂമിൽ ചില സമയങ്ങളിൽ എന്ത് ചെയ്യാണ്? വർക്ക് ചെയ്യാണ്. ഫിറ്റിംഗ് ഫോർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്റ്റുഡൻസ്, അവരുടെ സ്പെഷ്യലായിട്ടുള്ള നീഡ്സുകൾ അവിടെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യാണ്. ആര്? സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ക്ലാസ് റൂമിൽ കുട്ടികൾ ജോയിൻ ചെയ്യാണ് ഇവിടെ റെഗുലർ എഡ്യൂക്കേഷൻ ക്ലാസ് റൂമിൽ. ദീസ് സ്റ്റുഡൻസ് മേ അറ്റൻഡ് ആർട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇൻ ദ റെഗുലർ എഡ്യൂക്കേഷൻ ക്ലാസ് റൂം. ഈ കുട്ടികളെ ദേ മേ അറ്റൻഡ് ആർട്ട് ഓറാണ്, ഓഫല്ല, ആർട്ട് ഓർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, വല്ല കലയായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഇവയൊക്കെ എന്ത് ചെയ്യണു? ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലൊക്കെ ഈ റെഗുലർ കുട്ടികളെ കൂടെ കുട്ടികൾ എന്ത് ചെയ്യാണ്? അറ്റൻഡ് ചെയ്യാണ്. അവർ റെഗുലർ എഡ്യൂക്കേഷൻ ക്ലാസ് റൂമിൽ
കലാവിദ്യാഭ്യാസം, ഇപ്പോൾ സംഗീത ക്ലാസ്, അതുപോലെ ചിത്രരചന ക്ലാസ് ഒക്കെ ഉണ്ടല്ലോ, അത്തരം ക്ലാസ്സുകളിൽ, അതുപോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ക്ലാസ്സിൽ ഒക്കെ എന്താണ് റെഗുലർ എഡ്യൂക്കേഷൻ ക്ലാസ് റൂമിൽ ഈ കുട്ടികളെ കൂടെ ഇരുന്നിട്ട് പഠിക്കുക. സംടൈംസ് ദീസ് സ്റ്റുഡൻസ് വിൽ അറ്റൻഡ് മാത്സ് ആൻഡ് സയൻസ് ഇൻ എ സെൽഫ് കണ്ടെയ്ൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ക്ലാസ് റൂം ബട്ട് അറ്റൻഡ് ഇംഗ്ലീഷ് ഇൻ എ ജനറൽ എഡ്യൂക്കേഷൻ ക്ലാസ് റൂം. ചില സമയങ്ങളിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നു, മാത്തമാറ്റിക്സ്, സയൻസ് വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു സെൽഫ് കണ്ടെയ്ൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് പഠിക്കുകയാണ്. അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഒരുക്കി കൊടുത്തുകൊണ്ടുള്ള സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് അവർ എന്ത് ചെയ്യുന്നു, മാത്സും സയൻസും പഠിക്കുന്നു. ബട്ട് അറ്റൻഡ് ഇംഗ്ലീഷ് ഇൻ എ ജനറൽ എഡ്യൂക്കേഷൻ ക്ലാസ് റൂം. പക്ഷേ ഇംഗ്ലീഷ് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ജനറൽ എഡ്യൂക്കേഷൻ ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് പഠിക്കുക. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, മാത്സ്, സയൻസ് ഒരുപാട് സ്കിൽസ് ആവശ്യമുള്ളതാണ്, ബേസിക്കായിട്ട് ഒരുപാട് സ്കിൽസ് ആവശ്യമുള്ളതാണ്. അപ്പം വൈകല്യമുള്ള കുട്ടികൾക്ക് ആ സ്കിൽസ് അക്വയർ ചെയ്യാൻ കുറേ സമയം പിടിക്കും. അപ്പോൾ അവരുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് ആ സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവേണം അവരെ കൊണ്ടുപോകാൻ. അതുകൊണ്ട് ഇപ്പോൾ സംഖ്യാബോധമൊക്കെ ഉണ്ടാക്കിയെടുക്കുക, അല്ലേ, ചതുഷ്ക്രിയകളൊക്കെ പഠിക്കുക, ഒക്കെ മാത്സിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ ഒരുപാട് കാര്യങ്ങളാണ്. സയൻസും അധികം അങ്ങനെ തന്നെയാണ്. അപ്പം അവർക്ക് ആ പീരീഡുകളിൽ, അത്തരം പീരീഡുകൾ, മാത്സിൻ്റെ സയൻസിൻ്റെ ഒക്കെ പീരീഡിൽ സെൽഫ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ക്ലാസ് റൂമിൽ. പക്ഷേ ചിലപ്പോൾ ഇംഗ്ലീഷ് ക്ലാസ് ചിലപ്പോൾ ജനറൽ എഡ്യൂക്കേഷൻ ക്ലാസ് റൂമിലായിരിക്കും. കാരണം ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് ഈസ് നോട്ട് ടോട്ട് ബട്ട് കോട്ട് എന്നാണ്. ലാംഗ്വേജ് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നില്ല, പക്ഷേ എന്താണ്, കുട്ടികൾ പിടിച്ചെടുക്കുക ചെയ്യുക. ലാംഗ്വേജ് സ്കില്ലുകളൊക്കെ കുട്ടിക്ക് ഇഷ്ടംപോലെ എക്സ്പോഷർ കിട്ടിയാൽ മാത്രമേ കിട്ടുള്ളൂ. അല്ലാതെ കാണാതെ പഠിപ്പിക്കുന്ന ഒരു സംഗതിയല്ല ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പോഷറുകൾ കുട്ടികൾക്ക് എവിടുന്ന് കിട്ടും, ജനറൽ എഡ്യൂക്കേഷൻ ക്ലാസ് റൂമിൽ നിന്ന് ഇംഗ്ലീഷ് കിട്ടും. അപ്പോൾ അവർക്ക് സ്പെഷ്യൽ ക്ലാസ് റൂമിൽ നിന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. അതിനേക്കാൾ ഉപകാരപ്രദമാവുന്നത് എന്തായിരിക്കും, ഈ ജനറൽ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ അവർക്ക് ഒരുപാട് എക്സ്പോഷർ കിട്ടും. ടീച്ചറുടെ ഭാഗത്തുനിന്ന്, മറ്റ് കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസുകൾ, ഈ ഒരുപാട് എക്സ്പോഷർ കിട്ടും. അങ്ങനെ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നത്, അവരെ ലാംഗ്വേജ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. എന്നാൽ മാത്സ്, സയൻസ് മുതലായ വിഷയങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയ സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്യാനുള്ളതാണ്. ആ ജനറൽ ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുട്ടിയെ കിട്ടില്ല. കാരണം അവർ വളരെ ബിലോ ആയിരിക്കും ആ കാര്യങ്ങളൊക്കെ. കാരണം അവർക്ക് അതിൻ്റെ മുമ്പേ ഉള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, അക്വയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് അനുസൃതമായി കൊണ്ടുള്ള സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ക്ലാസ് റൂമിൽ അത്തരം വിഷയങ്ങളിൽ പഠിക്കുകയും ചെയ്യും. മാത്സ്, സയൻസ് മുതലായ വിഷയങ്ങൾ. ഓക്കെ, ഇംഗ്ലീഷ്, മറ്റ് ഭാഷാ വിഷയങ്ങളൊക്കെ ജനറൽ ക്ലാസ് റൂമിൽ ഇരുന്നിട്ടും പഠിക്കും. ഇതാണിപ്പോൾ മെയിൻ സ്ട്രീം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞത്. നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഇൻക്ലൂഷനെ കുറിച്ച് പറയുകയാണ്, ഒരിക്കൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഷൻ തന്നെ പല പ്രാവശ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകും. ഇവിടെ ഇൻക്ലൂഷൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് എലമെൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. യുനെസ്കോൻ്റെ ഒരു ഡെഫിനിഷൻ ആദ്യം നമുക്ക് പരിശോധിക്കാം. യുനെസ്കോ വ്യൂസ് ഇൻക്ലൂഷൻ ആസ് എ ഡൈനാമിക് അപ്രോച്ച് ഓഫ് റെസ്പോണ്ടിങ് പോസിറ്റീവ്ലി ടു പീപ്പിൾസ് ഡൈവേഴ്സിറ്റി ആൻഡ് ഓഫ് സീയിങ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് നോട്ട് ആസ് പ്രോബ്ലംസ് ബട്ട് ഫോർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ എൻറിച്ചിങ് ലേണിംഗ്. യുനെസ്കോ ഇൻക്ലൂഷനെ കാണുന്നത് എങ്ങനെയെന്ന് അറിയാമോ? ആസ് എ ഡൈനാമിക് അപ്രോച്ച്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താ? ചലനാത്മകമായ ഒരു സമീപനമായിട്ടാണ്. ഓഫ് റെസ്പോണ്ടിങ് പോസിറ്റീവ്ലി ടു പീപ്പിൾസ് ഡൈവേഴ്സിറ്റി. കുട്ടിയുടെ ഡൈവേഴ്സിറ്റിയിൽ പലതരത്തിലുള്ള ഡൈവേഴ്സിറ്റി, വൈവിധ്യമുള്ള കുട്ടികളുണ്ടാവും. അതിനോട് പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യുന്ന ചലനാത്മകമായിട്ടൊരു സമീപനമായിട്ടാണ് യുനെസ്കോ എന്ത് ചെയ്യുന്ന കാണുന്നത്, ഇൻക്ലൂഷനെ കാണുന്നത്. ആൻഡ് ഓഫ് സീയിങ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് നോട്ട് ആസ് പ്രോബ്ലംസ് ബട്ട് ഫോർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ എൻറിച്ചിങ് ലേണിംഗ്. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത് വ്യക്തിപരമായ വ്യത്യാസങ്ങൾ. എല്ലാവരും തമ്മിൽ വ്യക്തിപരമായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പ്രത്യേകിച്ച് ഡൈവേഴ്സിറ്റിയിലെ കുട്ടികൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലമായിട്ടല്ല കാണുന്നത്. നോട്ട് ആസ് എ പ്രോബ്ലം ബട്ട് ഫോർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ എൻറിച്ചിങ് ലേണിംഗ്. അവരുടെ ലേണിങ്ങിനെ എൻറിച്ച് ചെയ്യാൻ, പരിപോഷിപ്പിക്കാൻ, അവരുടെ പഠനത്തെ പരിപോഷിപ്പിക്കാനുള്ള അവസരങ്ങളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ കാണുന്നത് യുനെസ്കോ. അപ്പോൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് മസ്റ്റാണ്. കാരണം അതിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജത്തിൽ നിന്നാണ് കൂടുതലായിട്ട് അവരെ പഠനത്തെ എൻറിച്ച് ചെയ്യുന്നത്. ഇത്തരം ഒരു കാഴ്ചപ്പാടാണ് യുനെസ്കോക്ക് ഇൻക്ലൂഷനെ കുറിച്ചുള്ളത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ധാരാളം എലമെൻസുകൾ ഇൻക്ലൂഷൻ്റെത് ഡിസ്കസ് ചെയ്യാം. 4 key elements of inclusion. First of all, inclusion is a process. ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് പ്രക്രിയയാണ്.
പ്രക്രിയയാണ്, അനുസ്യൂതം തുടർന്ന് വരുന്നൊരു പ്രക്രിയയാണ്. ഇറ്റ് ഈസ് അബൌട്ട് ലേണിംഗ് ഹൗ ടു ലിവ് വിത്ത് ഡിഫറൻസ് ആൻഡ് ലേണിംഗ് ഹൗ ടു ലേൺ ഫ്രം ഡിഫറൻസ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഇതിനെക്കുറിച്ചാണ്. ഇറ്റ് ഈസ് അബൌട്ട് ലേണിംഗ് ഹൗ ടു ലീവ് വിത്ത് ഡിഫറൻസ്, വ്യത്യസ്തതകളോട് കൂടി എങ്ങനെ ജീവിക്കാം. ആൻഡ് ലേണിംഗ് ഹൗ ടു ലേൺ ഫ്രം ഡിഫറൻസ്, വ്യത്യസ്തകളിൽ നിന്ന് എങ്ങനെ പഠിക്കാം, അതിനെക്കുറിച്ചാണ് ഇംഗ്ലീഷ്. ഡിഫറൻസസ് കം ടു ബി സീൻ മോർ പോസിറ്റീവ്ലി ആസ് എ സ്റ്റിമുലസ് ഫോർ ഫോസ്റ്ററിങ് ലേണിംഗ്. വ്യത്യസ്തതകൾ എന്താണ്, പോസിറ്റീവായിട്ടാണ് കാണപ്പെടുന്നത്. അതൊരു സ്റ്റിമുലസ് ആണ്, ഒരു ചോദകമാണ് ഫോർ ഫോസ്റ്ററിങ് ലേണിംഗ്. പഠനത്തെ ഫോസ്റ്റർ ചെയ്യാൻ, പഠനത്തെ വേഗത്തിലാക്കാനുള്ള ഒരു ചോദകമായിട്ടാണ് ഡിഫറൻസസിനെ കാണുന്നത്. അതാണ് ഇൻക്ലൂഷൻ ഇസ് എ പ്രോസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്, ഇൻക്ലൂഷൻ ഈസ് കൺസേൺ വിത്ത് ദ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് റിമൂവൽ ഓഫ് ബാരിയേഴ്സ്. ഇൻക്ലൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, തടസ്സങ്ങൾ, സകലവിധ തടസ്സങ്ങളും കണ്ടുപിടിക്കുകയും അത് റിമൂവ് ചെയ്യുകയും ചെയ്യാമെന്നാണ്. കുട്ടികളെ മുഖ്യധാരയിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ളതിനുള്ള സകലവിധ തടസ്സങ്ങളും എന്ത് ചെയ്യുക, കണ്ടെത്തുകയും അത് റിമൂവ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതിലെന്തൊക്കെ വരും? ഇറ്റ് ഇൻവോൾവ്സ് കളക്ടിങ്, കൊലാറ്റിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഇൻഫർമേഷൻ ഇൻ ഓർഡർ ടു പ്ലാൻ ഫോർ ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ പോളിസി ആൻഡ് പ്രാക്ടീസ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫലപ്രദമായി നടത്താനുള്ള പോളിസി ഒക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ അതിൻ്റെ പ്രാക്ടീസ് ഒക്കെ നല്ല രീതിയിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഡാറ്റകൾ, ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. കിട്ടിയ ഡാറ്റകളെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഇവാലുവേറ്റ് ചെയ്യും. കിട്ടിയ ഡാറ്റകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവ ഇവാലുവേറ്റ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യുന്നു, പോളിസിയിലും പ്രാക്ടീസിലും കൂടുതൽ എന്തെന്ന് ഇമ്പ്രൂവ്മെൻറ്റ്സ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുമെന്നുള്ളതാണ്. അതാണ് ഇൻക്ലൂഷൻ ഈസ് കൺസേൺഡ് വിത്ത് ദ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് റിമൂവൽ ഓഫ് ബാരിയേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ട് തടസ്സങ്ങൾ കണ്ടുപിടിക്കുകയും അത് റിമൂവ് ചെയ്യുകയും ചെയ്യാം. അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കും. തേർഡ് വൺ, ഇൻക്ലൂഷൻ ഈസ് അബൌട്ട് ദ പ്രസൻസ്, പാർട്ടിസിപ്പേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ്. ഇൻക്ലൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടിയുടെ പ്രസൻസ്, എല്ലാ കുട്ടികളുടെയും പ്രസൻസ്, മുഴുവൻ സമയ പ്രസൻസ്, അതുപോലെ പാർട്ടിസിപ്പേഷൻ, അവരുടെ പങ്കാളിത്തം, അതുപോലെ അതിൻ്റെ അച്ചീവ്മെൻറ്റ് ഓഫ് ആ സ്റ്റുഡൻറ്റ്, എല്ലാ കുട്ടികളുടെയും നേട്ടങ്ങൾ, ഇത് മൂന്നും ഉറപ്പുവരുത്തണം. എല്ലാ കുട്ടികളുടെയും പ്രസൻസ് വേണം, പാർട്ടിസിപ്പേഷൻ വേണം, അതുപോലെ തന്നെ അച്ചീവ്മെൻറ്റ് വേണം. നമുക്കറിയാം, ക്ലാസ് റൂമിൽ തന്നെ നമ്മൾ 50 കുട്ടികളുടെ 50 കുട്ടികളുടെ അറ്റൻഡൻസ് എടുക്കുമ്പോൾ ഒക്കെ ഫുള്ള് പ്രസൻ്റ് ആയിക്കാരം. പക്ഷേ ക്ലാസ്സിൽ യഥാർത്ഥത്തിൽ ഫിസിക്കലി പ്രസൻ്റ് ആയിക്കാരം, മെൻ്റലി പ്രസൻ്റ് ആയിട്ടുള്ള എത്ര കുട്ടികളുണ്ടാവുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, അവരൊക്കെ അറിയുള്ളൂ. പല ക്ലാസ്സിലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ അവരുടെ മെൻ്റൽ പാർട്ടിസിപ്പേഷൻ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തരുത്. ഇതിപ്പോൾ നോർമലായുള്ള കുട്ടിയുടെ കാര്യമാണ് ഞാൻ വെറുതെ ഉദാഹരണം പറഞ്ഞത്. അത് നമ്മുടെ അശ്രദ്ധ കൊണ്ടോ നമ്മുടെ മറ്റു വല്ല ശ്രദ്ധ കൊണ്ടൊക്കെ, നമ്മുടെ കോൺസെൻട്രേഷൻ്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അലസത കൊണ്ടൊക്കെ വരുന്നതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ കുട്ടികളെന്ന് പറയുമ്പോൾ ഡൈവേഴ്സിറ്റിയുള്ള കുട്ടികളാണ്, പലതരത്തിലുള്ള ചലഞ്ചസ് ഉള്ള കുട്ടികളാണ്. ബുദ്ധിവൈകല്യമുള്ള കുട്ടികളുണ്ടാവും, വിഷ്വലി ഇമ്പയർഡ് ഉണ്ടാവും, ഹിയറിംഗ് ഇമ്പയർമെൻ്റ് ഉള്ളവരുണ്ടാവും, അങ്ങനെ ഒരുപാടുണ്ടാവും. SEBD കുട്ടികളുണ്ടാവും, സോഷ്യലി ആൻഡ് ഇമോഷണലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും, കൾച്ചറൽ ഡൈവേഴ്സിറ്റിയുള്ള കുട്ടികളുണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പം സ്വാഭാവികമായിട്ടും അവരെ പ്രസൻസ് 100% ഉറപ്പുവരുത്തുക. സ്വാഭാവികമായിട്ട് ആബ്സെൻ്റ് ആവാൻ സാധ്യത ഉണ്ടാവും. അതുപോലെ അവരുടെ പാർട്ടിസിപ്പേഷൻ, ക്ലാസ് റൂമിൽ പാർട്ടിസിപ്പേഷൻ, അത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുക. അത്തരം കുട്ടികളെ മാനസികമായി ക്ലാസ്സിൽ പൂർണ്ണ സമയം പങ്കാളികളാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. അതിനുള്ള പ്രവർത്തനങ്ങൾ, കാര്യങ്ങൾ ഒക്കെ അതിനകത്ത് വരും. അതിന് അച്ചീവ്മെൻറ്റ് ഓഫ് ആൾ സ്റ്റുഡൻസ്, അങ്ങനെ എല്ലാ കുട്ടികളുടെയും നേട്ടങ്ങൾ, ഇതൊക്കെ കൂടി ചേർന്നതാണെന്ന് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കം, ഇൻക്ലൂഷൻ ഇൻവോൾവ്സ് എ പർട്ടിക്കുലർ എംഫസിസ് on those groups of learners who may be at the risk of marginalization, exclusion or underachievement. Inclusion എന്ന് പറയുന്നത് എന്താണ്? It involves a particular emphasis on those groups of learners. ഒരു പ്രത്യേക ഗ്രൂപ്പ് ലേണേഴ്സ്, അവരിൽ പ്രത്യേക എംഫസിസ്, ഒരു ഊന്നൽ കൊടുക്കുന്നു. who may be at the risk of marginalization,
ആ ഗ്രൂപ്പ് ഓഫ് ലേണേഴ്സ്, ആ കൂട്ടം, ആ പഠിതാക്കളുടെ കൂട്ടം എന്താണ്, അവർ മാർജിനലൈസേഷൻ്റെ, പാർശ്വവൽക്കരണത്തിൻ്റെ റിസ്കിലാണ്. സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെടാൻ സാധ്യതയുള്ള ഗ്രൂപ്പുകളെ, അതുപോലെ എക്സ്ക്ലൂഷൻ, മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവർ, എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടത്, ഓർ അണ്ടർ അച്ചീവ്മെൻറ്റ്, അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളെ പോലെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയാത്തവരെ. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള കുട്ടികളോട്, ഈ വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് പ്രത്യേക ഒരു ഊന്നൽ നൽകുന്നതാണ് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വിഭാഗങ്ങൾ, ആദിവാസി മേഖലയിലുള്ളവർ, SC ST, അതുപോലെ തന്നെ പിന്നെ എക്കണോമിക് ഡിസ്പാരിറ്റി ഉള്ളവർ, അങ്ങനെ സാമൂഹ്യമായിട്ട്, ഒരു സാംസ്കാരികമായിട്ടൊക്കെ തലമുറകളായിട്ട് പല ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ട് പിന്നോക്കം അടിക്കപ്പെട്ട കുട്ടികളുണ്ടാവും, ഫാമിലീസിലുള്ള കുട്ടികളുണ്ടാവും, ഒക്കെ വരും. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകേണ്ടത്. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മാർജിനലൈസ്ഡ് ഗ്രൂപ്പുകളെ അതൊക്കെ എന്തെങ്കിലും കൃത്യമായിട്ട് ഓരോന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകും. ചാപ്റ്ററിനെ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് തരത്തിൽ മാർജിനലൈസ് ചെയ്യപ്പെട്ടവരുണ്ടാവും. ഇപ്പോൾ ജെൻഡർ തന്നെ മാർജിനലൈസ് ചെയ്യപ്പെട്ട, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കൊണ്ട് മാർജിനലൈസ് ചെയ്യപ്പെട്ടവരുണ്ടാവും. അങ്ങനെ ഒരുപാടുണ്ടാവും. കൾച്ചറലി വരും, ഒക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഉള്ള കുട്ടികളോട് പ്രത്യേക ഒരു എംഫസിസ്, ഊന്നൽ നൽകുന്നതാണ് ഇൻക്ലൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയാണ് ഇൻക്ലൂഷൻ കൊണ്ട് ഉള്ള പ്രധാനപ്പെട്ട ഇൻക്ലൂഷൻ കൊണ്ട്, ഈ ഇൻക്ലൂഷനകത്തുള്ള പ്രധാനപ്പെട്ട 4 എലമെൻസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. നേരത്തെ നമ്മൾ 7 പ്രിൻസിപ്പിൾസ് പഠിച്ചിട്ടുണ്ട്, അതൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ കൺക്ലൂഡ് ചെയ്യാം. എ ഹോളിസ്റ്റിക് വ്യൂ ഓഫ് ദി എഡ്യൂക്കേഷൻ സിസ്റ്റം, ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സിസ്റ്റം, must be taken while adopting an inclusive approach. ഒരു ഹോളിസ്റ്റിക് വ്യൂ വേണം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ. അത് ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സിസ്റ്റം, പ്രൈവറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം, പബ്ലിക് എഡ്യൂക്കേഷൻ സിസ്റ്റവും രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കണം. മസ്റ്റ് ബി ടേക്കൺ വൈ അഡോപ്റ്റിംഗ് ആൻ ഇൻക്ലൂസീവ് അപ്രോച്ച്. ഒരു ഇൻക്ലൂസീവ് അപ്രോച്ച് അഡോപ്റ്റ് ചെയ്യുമ്പോൾ എന്ത് വേണം, ഒരു മൊത്തത്തിലുള്ള സമഗ്രമായ ഒരു വ്യൂ എന്ത് വേണം, വിദ്യാഭ്യാസ സിസ്റ്റത്തെക്കുറിച്ച് വേണം. അതിൽ പ്രൈവറ്റും അതുപോലെ പബ്ലിക് സിസ്റ്റവും ഒരുമിച്ച് പ്രവർത്തിക്കണം. അപ്പോൾ ഗവൺമെൻറ് മേഖലയും പ്രൈവറ്റ് മേഖലയും ഒരുമിച്ച് ഒന്നിച്ചുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി, ഒരു ഹോളിസ്റ്റിക് വ്യൂവോട് കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ പ്ലാനേഴ്സ് ഷുഡ് കൺസിഡർ ബോത്ത് ദ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സിസ്റ്റം ഇൻ പ്ലാനിങ് ഇൻ ഓർഡർ ടു അഡ്രസ് ദ നീഡ്സ് ഓഫ് ആൾ ലേണേഴ്സ് ഇഫക്റ്റീവ്ലി ആൻഡ് കോംബാറ്റ് എക്സ്ക്ലൂഷൻ. വിദ്യാഭ്യാസം ആസൂത്രണം ചെയ്യുന്ന വിദ്യാഭ്യാസ വിശേഷന്മാർ, അതിൻ്റെ പ്ലാനിങ്ങിൽ പങ്കെടുക്കുന്നവർ എന്ത് ചെയ്യണം, അവർ കൺസിഡർ ചെയ്യണം നിർബന്ധമായിട്ട് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സിസ്റ്റം രണ്ടിനെയും, ബോത്ത് ദ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സിസ്റ്റം രണ്ടും, പബ്ലിക് സിസ്റ്റത്തിനെയും പ്രൈവറ്റ് സിസ്റ്റത്തിനെയും, ഗവൺമെൻറ് മേഖലയും സ്വകാര്യ മേഖലയും അവരെന്ത് ചെയ്യണം, കൃത്യമായി പരിഗണിക്കണം. എന്തിന്, പ്ലാനിങ്ങിലെ, ഇൻ പ്ലാനിങ് ഇൻ ഓർഡർ ടു അഡ്രസ് ദ നീഡ്സ് ഓഫ് ഓൾ ലേണേഴ്സ് ഇഫക്റ്റീവ്ലി. എല്ലാ കുട്ടികളുടെയും ആവശ്യങ്ങളിൽ വളരെ ഫലപ്രദമായ രീതിയിൽ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് കോംബാറ്റ് എക്സ്ക്ലൂഷൻ, അപ്പം അവർ പരമാവധി എക്സ്ക്ലൂഷൻ ഒഴിവാക്കിക്കൊണ്ട് അവരെല്ലാവരെയും മുഖ്യധാരയിൽ ഇരുത്തിയിട്ട് കൃത്യമായിട്ട് അവരുടെ നീഡ്സുകളൊക്കെ ഫുൾഫിൽ ചെയ്യുന്ന രൂപത്തിൽ ഫലപ്രദമായിട്ട് ഉള്ള ഒരു വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് സെക്ടറിലും ഗവൺമെൻറ് സെക്ടറിലും മൊത്തത്തിൽ എന്ത് ചെയ്യണം, ഉള്ള എഡ്യൂക്കേഷൻ പ്ലാനേഴ്സ് മൊത്തം ഈ രണ്ട് മേഖലയും കൃത്യമായിട്ട് പരിഗണിച്ചുകൊണ്ട് സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്ലാനിങ് ആസൂത്രണം നടപ്പാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫലപ്രദമായ രീതിയിൽ നടക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇൻക്ലൂഷനും മെയിൻ സ്ട്രീമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് പരിശോധിച്ച് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻക്ലൂഷൻ ആൻഡ് മെയിൻ സ്ട്രീം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻക്ലൂഷനിൽ it is based on the idea that students with disabilities should not be segregated and should be included in a classroom with their typically developing peers. അവിടെ പ്രധാനമാണ് ഇൻക്ലൂഷനിൽ എന്താണ്, ഇൻക്ലൂഷൻ ഐഡിയ എന്ന് പറയുന്നതാണ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ ഒരിക്കലും സെഗ്രിഗേറ്റ് ചെയ്യപ്പെടാൻ പാടില്ല. സെഗ്രിഗേഷൻ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ, വേർതിരിക്കപ്പെടാൻ പാടില്ല. അവർ സ്പെഷ്യൽ സ്കൂളിൽ ചേർത്തിട്ട് പഠിപ്പിക്കാൻ പാടില്ല. അവരൊരിക്കലും സെഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. പിന്നെ അവരെ ഇൻക്ലൂഡ് ചെയ്യണം ക്ലാസ് റൂമിൽ. ആരെ കൂടെ, അവരെ വിത്ത് ദർ ടിപ്പിക്കലി ഡെവലപ്പിംഗ് പിയേഴ്സ്, അവരെ സമപ്രായക്കാരായിട്ടുള്ള മറ്റുള്ള കുട്ടികളെ കൂടെ, ഡെവലപ്പ് ചെയ്യുന്ന കുട്ടികളെ കൂടെ എന്ത് ചെയ്യണം, അവർ ഇൻക്ലൂഡ് ചെയ്യണം. അല്ലാതെ ഒരിക്കലും വൈകല്യമുള്ളവരെ അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി ഉള്ളവരെ സെഗ്രിഗേറ്റ് ചെയ്യാൻ പാടില്ല എന്നതാണ്. എന്നാൽ മെയിൻ സ്ട്രീമിംഗ് എന്താ പറയുന്നത്, എ മെയിൻ സ്ട്രീംഡ് സ്റ്റുഡൻറ്റ് മേ ഹാവ് സ്ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ അസസ്മെൻറ്റ്
but learns mostly the same material and must show that she is gaining from her classroom placements. മെയിൻ സ്ട്രീംഡ് സ്റ്റുഡൻ്റ് എന്ന് പറയുമ്പം എന്താണ്, മേ ഹാവ് സ്ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ അസസ്മെൻറ്റ്. അവരെ പഠന നേട്ടങ്ങളൊക്കെ അസസ്മെൻറ്റ് ചെയ്യുന്നതിലൊക്കെ ചെറിയ ചെറിയ എന്തുണ്ടാവും, അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടാവും. പക്ഷേ അവർ മോസ്റ്റ്ലി പഠിക്കും എന്താ സെയിം മെറ്റീരിയൽ തന്നെ അവർ പഠിക്കുക, മറ്റുള്ള കുട്ടികൾ പഠിക്കുന്ന സെയിം മെറ്റീരിയൽ. ആൻഡ് മസ്റ്റ് ഷോ ദാറ്റ് ഷീ ഈസ് ഗെയിനിങ് ഫ്രം ക്ലാസ് റൂം പ്ലേസ്മെൻറ്റ്. അവരുടെ ക്ലാസ് റൂം പ്ലേസ്മെൻറ്റിൽ നിന്ന് കൂടുതൽ നേട്ടങ്ങൾ ആ കുട്ടികൾക്ക് ഉണ്ടാവുന്നു എന്ന് ഉറപ്പുവരുത്തണം. അവർ മറ്റുള്ള കൂട്ടത്തിൽ മറ്റുള്ളവരുടെ പഠിക്കുന്ന മെറ്റീരിയൽസ് തന്നെ പഠിക്കുമ്പോഴും ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്തുണ്ടാവും, അവരുടെ അസസ്മെൻറ്റുകളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. നെക്സ്റ്റ് കം ഇൻക്ലൂഷനിൽ ദ പ്രോപ്പണൻസ് ആണ് കേട്ടോ. പ്രോപ്പർനെസ് എന്നാണ് അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു പോകാം. ദ പ്രോപ്പണൻസ് ഓഫ് ഇൻക്ലൂഷൻ put more emphasis on life preparation and social skills than on the acquisition of appropriated academic skills. The proponents of inclusion put more emphasis on life preparation and social skills than on the acquisition of level appropriated academic skills. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ അക്കാക്കൾ അവർ എംഫസൈസ് ചെയ്യുന്നത്, കൂടുതൽ ഊന്നൽ നൽകുന്നത് ഇതിലാണ്, ലൈഫ് പ്രിപ്പറേഷനാണ്. ജീവിക്കാൻ തയ്യാറെടുപ്പിക്കുകയാണ് കുട്ടികൾ. ആൻഡ് സോഷ്യൽ സ്കിൽസ്, സാമൂഹ്യമായ നൈപുണികൾ വികസിപ്പിക്കുവാനും ഒരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കാൻ ആവശ്യമായ നൈപുണികൾ, അത്യാവശ്യം ആളുകളുമായിട്ട് ഇടപഴകാനുള്ള മാനേഴ്സ്, ബിഹേവിയർ അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള സ്കിൽസുകളൊക്കെ ഡെവലപ്പ് ചെയ്യാം. അതിലാണ് ഊന്നുന്നത്. ദാൻ ഓൺ ദ ആക്സിഷൻ ഓഫ് ലെവൽ അപ്രോപ്രിയേറ്റഡ് അക്കാഡമിക് സ്കിൽസ്. ഒരു പ്രത്യേക ലെവലിൽ ഇത്ര കുട്ടികൾ നേടിയിരിക്കണം എന്നുള്ള നമ്മളെ കാഴ്ചപ്പാടുണ്ടല്ലോ ഓരോ വിഷയത്തിലും. അതിൽ ഊന്നുന്നതിനേക്കാൾ ചില സോഷ്യൽ സ്കിൽസ്, അതുപോലെ തന്നെ എന്താണ് പ്രിപ്പറേഷൻ ഫോർ ലൈഫൊക്കെയാണ് ഇൻക്ലൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇപ്പം നമ്മൾ വൈകല്യമുള്ള പലതരത്തിലുള്ള വൈകല്യ കുട്ടികളും നോർമലായ കുട്ടികളുമാരി ഓരോ സ്റ്റേജിലും നേടേണ്ട രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. യെസ്, അപ്പോൾ അവിടെ ചെറിയൊരു പ്രിൻറ്റിങ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. പ്രോപ്പഡൻസ് എന്നാക്കി മാറ്റുക കേട്ടോ. ദ പ്രോപ്പഡൻസ് ഓഫ് ഇൻക്ലൂഷൻ എന്നാക്കി മാറ്റുക. നെക്സ്റ്റ് സ്റ്റുഡൻസ് നീഡ്സ്. ഇവിടെ മെയിൻ സ്ട്രീമിങ്ങിൽ സ്റ്റുഡൻറ്റ് നീഡ്സ് ഓൺലി ടു ഷോ ദാറ്റ് ഷീ ഈസ് നോട്ട് ലൂസിങ് ഔട്ട് ഫ്രം ബീങ് ഇൻക്ലൂഡഡ് ഇൻ ദ ക്ലാസ് റൂം even if she is not necessarily making significant gains. Students need only to show that she is not losing out from being included in the classroom even if she is not necessarily making significant gains. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, കുട്ടികളിൽ നമ്മൾ എന്താണ് നമ്മൾ ആവശ്യപ്പെടുന്നത്, ഓൺലി ടു ഷോ ദാറ്റ് ഷീ ഈസ് നോട്ട് ലൂസിങ് ഔട്ട് ഫ്രം ബീങ് ഇൻക്ലൂഡഡ് ഇൻ ദ ക്ലാസ് റൂം. ക്ലാസ് റൂമിൽ കുട്ടീനെ ഇൻക്ലൂഡ് ചെയ്തതിൽ നിന്ന് കുട്ടിക്കൊന്നും നഷ്ടപ്പെടാൻ പാടില്ല, കുട്ടിക്കൊന്നും നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് പാടില്ല. ഈവൻ ഇഫ് ഷീ ഈസ് നോട്ട് നെസസറിലി മേക്കിംഗ് സിഗ്നിഫിക്കൻറ്റ് ഗെയിൻസ്. കുട്ടികൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഗെയിൻസ് ഒന്നും നേടിയിട്ടില്ലെങ്കിൽ പോലും, എടുത്ത പറയത്തക്ക നേട്ടങ്ങളൊന്നും കുട്ടി നേടിയില്ലെങ്കിൽ പോലും ഉള്ളതിൽ നിന്നും ഒരു കുറവും കുട്ടികൾക്ക് വരാൻ വേണ്ടിയിട്ട് പാടില്ല. അവരുടെ ഉള്ളതിൽ നിന്നും ഒരു കുറവും ലൂസിങ് ഔട്ട് ഉണ്ടാവാൻ പാടില്ല. കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റിയില്ലെങ്കിലും കൂടുതൽ നഷ്ടങ്ങൾ അവരിൽ നിന്നും ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ള, ആ കുട്ടികൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ള. നെക്സ്റ്റ് ഇൻക്ലൂഷനിൽ എ സിവിയർലി ഡിസേബിൾഡ് സ്റ്റുഡൻറ്റ് മേ ഓൺലി നീഡ് ടു നോ ദ നെയിം ഓഫ് ഹിസ് ഓൺ സ്റ്റേറ്റ് ആൻഡ് ഓഫ് ദ കൺട്രി. ഇപ്പോൾ ഇൻക്ലൂഷനിൽ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു സിവിയർലി ഡിസേബിൾഡ് ആയുള്ള കുട്ടിയാണ്. ആ കുട്ടിക്ക് ചിലപ്പം മെൻ്റലി റിട്ടാർഡ് ആയിരിക്കും, മറ്റുള്ള കുട്ടികളുമായിട്ടുള്ള ഫോളോ ചെയ്യാൻ കഴിയില്ല, ഐക്യം കുറവായിരിക്കും, അതുപോലെ മറ്റെന്തെങ്കിലും വൈകല്യങ്ങളുള്ള കുട്ടിയൊക്കെ ആയിരിക്കും കൂടുതൽ. അപ്പോൾ ആ കുട്ടികൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നില്ല. ആ കുട്ടീൻ്റെ രാജ്യം ഏത്, സ്റ്റേറ്റ് ഏത്, ഇങ്ങനെയുള്ള ബേസിക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സാമൂഹ്യ പാഠമൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് മറ്റു കുട്ടികൾ നോർമലായിട്ട് പഠിക്കുന്ന അത്രയും കാര്യങ്ങൾ അവരിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ബേസിക്കായിട്ട് രാജ്യത്തിൻ്റെ പേര്, രാഷ്ട്രത്തിൻ്റെ പേര്, സ്റ്റേറ്റിൻ്റെ പേര്, ജില്ലേൻ്റെ പേര്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. മെയിൻ സ്ട്രീമിങ്ങിലാണെങ്കിലോ ഹി മേ റിസീവ് 1-on-1 ഇൻസ്ട്രക്ഷൻ ബൈ എ പാരാ പ്രൊഫഷണൽ. ഇവിടെ മെയിൻ സ്ട്രീമിങ്ങിലൊരു ആ കുട്ടിക്ക് ഒരു പാരാ പ്രൊഫഷണലായിട്ടുള്ള ഒരു സോഴ്സ് ഉണ്ടാവും. അവരിൽ നിന്നും എന്തുണ്ട് കൃത്യമായിട്ട് മാർഗനിർദ്ദേശങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ കിട്ടിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല.
അപ്പോൾ ഇത്രയും വളരെ ബേസിക്കായിട്ടുള്ള മിനിമം റിക്വയർമെൻറ്റ് മാത്രമല്ല മെയിൻ സ്ട്രീമിങ്ങിൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആ കുട്ടികളെ പഠിപ്പിക്കുന്ന അതിൻ്റെ സ്പെഷ്യൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ പാരാ പ്രൊഫഷണൽസ് അവരിൽ നിന്നും കൂടുതലായിട്ട് എന്തുണ്ട് ഇൻസ്ട്രക്ഷൻസ് ഈ കുട്ടികൾക്ക് കിട്ടും എന്നുള്ളതാണ്. പക്ഷേ ഇംഗ്ലീഷിൽ അതുണ്ടാവില്ല. നെക്സ്റ്റ്, കരിക്കുലം ഈസ് ഓഫൻ കംപ്ലീറ്റ്ലി റീറിട്ടൺ ഫോർ ദ ഇൻക്ലൂഡഡ് സ്റ്റുഡൻസ് so that he will have the capacity to pass assessments and gain confidence in his skills, even if he is not performing anywhere near the level of his peers. കരിക്കുലം തന്നെ എന്താണ്, കംപ്ലീറ്റ് റീറിട്ടൺ ചെയ്തിട്ടുണ്ട് ഇൻക്ലൂഡഡ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ കുട്ടിക്ക് അസസ്മെൻറ്റുകളൊക്കെ പാസ്സാവാൻ വേണ്ടിയിട്ട്, അവരുടെ പഠന നേട്ടങ്ങളെ വിലയിരുത്തുന്ന അസസ്മെൻറ്റുകളൊക്കെ പാസ്സാകാൻ വേണ്ടിയിട്ട് ആ ഒരു രൂപത്തിലേക്ക് കരിക്കുലം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, റീറിട്ടൺ ചെയ്തിട്ടുണ്ട്. ഓരോ കുട്ടിയുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ടുള്ള അസസ്മെൻറ്റാണ് ഉണ്ടാവുക. അതും അങ്ങനെ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു, ഗെയിൻ കോൺഫിഡൻസ് ഇൻ സ്കിൽസ്. ആ കുട്ടികൾക്ക് അവരുടെ സ്കിൽസിൽ കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇപ്പം നമ്മൾ ഫുൾ A+ ഒക്കെയാണല്ലോ ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്ന മുഴുവൻ സ്കൂളുകളൊക്കെ ഫുൾ A+ ആണ്. അങ്ങനെ എന്താ വെച്ചാൽ ഒരു കുട്ടി തോൽക്കാതെ ഫുള്ള് പാസ്സായ സ്കൂളൊക്കെ ഉണ്ട്. എങ്ങനെ പഠിപ്പിച്ചെടുക്കുന്നു എന്നുള്ളത് അത് മറ്റൊരു വിഷയമാണ്, അത് വേറെ വിഷയം. പക്ഷെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എത്രയോ കുട്ടികൾ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടത് കൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് പുറകോട്ട് പോയ എത്രയോ കുട്ടികളുണ്ടാവും. അതിൽ അവർക്ക് അവരുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് ഒരളവുകോൽ വെച്ചുകൊണ്ടൊരു അസസ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിലവർ വിജയിക്കുകയാണെങ്കിൽ അവർക്കത് മുന്നോട്ട് പോകാനുള്ള വലിയൊരു മോട്ടിവേഷനായി മാറും. അപ്പോൾ എല്ലാവർക്കും ഒരു അളവുകോലല്ല എന്നർത്ഥം. ഇവിടെ കുട്ടികളുടെ കപ്പാസിറ്റി, കുട്ടികളുടെ വൈകല്യമുള്ള കുട്ടികളുടെയൊക്കെ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് അവർക്ക് ഒരു കോൺഫിഡൻസ് കിട്ടത്തക്ക രീതിയിലുള്ള എന്താണ് അസസ്മെൻറ്റ് സംവിധാനങ്ങളാണ് ആ ഇൻക്ലൂഷനിൽ ഉണ്ടായിരിക്കുക. അതിനനുസരിച്ച് കരിക്കുലം എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ആയിട്ട് റീറിട്ടൺ ചെയ്തിട്ടുണ്ട്. മെയിൻ സ്ട്രീമിങ്ങിലാണെങ്കിലോ ചൈൽഡ് ഈസ് യൂഷ്വലി എക്സ്പെക്റ്റഡ് കീപ്പ് അപ്പ് വിത്ത് ദ ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ ആൾദോ സം അക്കോമഡേഷൻസ് അലൗഡ്. എപ്പോഴും കുട്ടികൾ എന്താണ് ക്ലാസ് റൂമിൽ ഇൻസ്ട്രക്ഷനുമായിട്ട് കീപ്പപ്പ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് മെയിൻ സ്ട്രീമിങ്ങിൽ. എന്നാൽ ചില അക്കോമഡേഷൻസൊക്കെ അലോ ചെയ്യുന്നുണ്ട്. ചെറിയ സൗജന്യങ്ങൾ, ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ അവർ ചെയ്ത് കൊടുക്കും. പക്ഷേ ഇൻക്ലൂഷനിലുള്ള മാതിരിയുള്ള ഈ അസസ്മെൻറ്റിലുള്ള ഈ അസസ്മെൻറ്റ് നടത്താൻ പരീക്ഷയിലും മറ്റുള്ള അസസ്മെൻറ്റുകളൊക്കെ അവരുടെ വിജയമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളിലൊന്നും വലിയ മാറ്റം ഉണ്ടാവില്ല. ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇനി നെക്സ്റ്റ് ഒരു പോയിൻ്റും കൂടെ ഉണ്ട്, ഇൻക്ലൂഷൻ. സ്റ്റുഡൻസ് ഓഫൺ ഹാസ് ആൻ എൻറ്റയർ സപ്പോർട്ട് ടീം ടു ഹെൽപ്പ് സ്റ്റുഡൻസ് ടു അഡ്ജസ്റ്റ് ദ ക്ലാസ് റൂം ആൻഡ് സപ്പോർട്ടിങ് ദി ജനറൽ എഡ്യൂക്കേഷൻ ടീച്ചർ. കുട്ടികൾക്ക് എപ്പോഴും എൻ്റെ ഒരു സപ്പോർട്ട് ടീം ഉണ്ടാവും, കുട്ടികളെ സഹായിക്കാനുള്ള സപ്പോർട്ട് ടീം ഉണ്ടാവും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ. കുട്ടികളെ ക്ലാസ് റൂം അഡ്ജസ്റ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ ജനറൽ എഡ്യൂക്കേഷൻ ടീച്ചറെ സപ്പോർട്ട് ചെയ്യാൻ, ജനറൽ ടീച്ചറെ സപ്പോർട്ട് ചെയ്യാനുള്ള സപ്പോർട്ട് ടീം ഉണ്ടാവും. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഉണ്ടാവും, റിസോഴ്സ് റൂം ഉണ്ടാവും. അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടാവും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇപ്പോഴും ജനറൽ എഡ്യൂക്കേഷൻ ടീച്ചർക്ക് അത്തരം ഈ വൈകല്യം, ഈ ഡൈവേഴ്സിറ്റിയിലെ കുട്ടികളെ, ഡിസബിലിറ്റിയിലെ കുട്ടികളെ പരിശീലിപ്പിക്കാനുള്ള പ്രാഗൽഭ്യം ഉണ്ടാവില്ലല്ലോ, അവർക്ക് അതിനുള്ള പരിശീലനം കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് അതിൽ പരിശീലനം കിട്ടിയ റിസോഴ്സ് ടീച്ചേഴ്സ് ഇവരെ സഹായിക്കും. റിസോഴ്സ് റൂമുകളിൽ കുട്ടികൾക്ക് ആവശ്യമുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നല്ല സപ്പോർട്ട് ടീം ഉണ്ടാവും. മെയിൻ സ്ട്രീമിങ്ങിലോ സ്റ്റുഡൻസ് ഹാസ് നോ അഡീഷണൽ ക്ലാസ് റൂം സപ്പോർട്ട് ഫ്രം ദ റെഗുലർ എഡ്യൂക്കേഷൻ ടീച്ചർ. അവിടെ റെഗുലർ എഡ്യൂക്കേഷൻ ടീച്ചറിൽ നിന്നും കുട്ടികൾക്ക് അഡീഷണൽ ആയിട്ടുള്ള ക്ലാസ് റൂം സപ്പോർട്ട് കിട്ടില്ല. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ കിട്ടുന്ന പോലെ അഡീഷണൽ സപ്പോർട്ട് കിട്ടില്ല. ഇത്രയാണ് ഇൻക്ലൂഷനും മെയിൻ സ്ട്രീമിങ്ങും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. ഈ ഡിഫറൻസസൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. നോട്ട്സൊക്കെ തയ്യാറാക്കുക, നന്നായിട്ട് പഠിക്കുക. ശരി എന്നാൽ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.